ഗുഡ് മോർണിംഗ്. എല്ലാവരും പറ്റി കാണാൻ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ അല്ലേ? കേൾക്കാം സാർ. തീർച്ചയോ എക്കോയോ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയും. ഓക്കെ, ഇനി ബോർഡിൽ കിടക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഉണ്ടോ? നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതി പോയ കാര്യങ്ങളാണ്. അപ്പോൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ബോർഡ് എഴുതി വെച്ചാൽ ഒന്ന് നോക്കി ഇതിലത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കുക. കയ്യിലുള്ള നോട്ടോ എടുത്ത് കമ്പയർ ചെയ്യാം. ബോർഡ് എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ബോർഡ് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാണ്. ഫസ്റ്റ് വൺ ഈസ് കോയിൻസ്. ഇതൊക്കെ എന്താ സംഭവം എന്നുള്ള ആദ്യം ഓർമ്മയുണ്ടോ അല്ലെ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള പല വഴികളാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ചെയ്യാനുള്ള പല 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 റൂട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതാണ് കോയിൻസ് ഓഫ് ഫോം, 2 കോയിൻ ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് നോർമൽ ഫോം. 4-5 ഫോം നമുക്ക് പഠിക്കണം. 5 ഫോം നമുക്ക് ആദ്യ ഈ വർഷം പഠിക്കാനുണ്ട്. ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അത് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഇതിലേത് സെലക്ട് ചെയ്യണം നമ്മൾ തീരുമാനിക്കും. അപ്പൊ അത് മറന്നു പോയവർക്കുണ്ടെങ്കിൽ അല്ല ആരെങ്കിലും ചെറിയ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ ഇടുവാണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതണം. Find equation of the line. പക്ഷെ എല്ലാവരും എനിക്ക് ഇതൊക്കെ ചെയ്യാം. Find equation of the line through the points. Find the equation of the line through the points -1, 1 and 2 minus 4. -1, 1 and 2 minus 4. Find the equation of the line passing through the points -1, 1 and 2 minus 4. നേരത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് വേണം ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കാൻ. ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് പോയിന്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് വേണം ലൈനിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ. ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇതിൽ ഏതിനെ യൂസ് ചെയ്യാം? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പോയിന്റ് സ്ലോപ്പ് ഫോം. ഹെഡിങ് പോലെ തന്നെ ഒരു പോയിന്റും സ്ലോപ്പും വേണം, എന്നാലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ 2.4. രണ്ട് പോയിന്റുകൾ തന്നിരുന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ യൂസ് ചെയ്യാനുള്ള ആളാണ് 2.4 എന്ന് പറയുക. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ആ ഹെഡിങ് മാത്രം നോക്കിയത് ക്വസ്റ്റ്യൻ അത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് തന്നാൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇന്റർസെപ്റ്റ് ഫോം. ക്വസ്റ്റ്യൻ അത് ഇന്റർസെപ്റ്റുകൾ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അതിനെ വിളിക്കുക. അന്നേരം ഏത് യൂസ് ചെയ്യണം? ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യണം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണ്. രണ്ട് പോയിന്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് 2 പോയിന്റുകളാണ്. സോ 2 പോയിന്റുകൾ തന്നിരിക്കുന്നത് ഏത് ഫോം യൂസ് ചെയ്യാം? 2 പോയിന്റ് ഫോം. രണ്ട് പോയിന്റ് തന്നിട്ടുള്ള ഏത് ഫോം യൂസ് ചെയ്യാം? 2 പോയിന്റ് ഫോം യൂസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ നമ്മൾ ഇത് ചെയ്യാം? ഫസ്റ്റ് പോയിന്റ് ആണ് x1, സെക്കൻഡ് പോയിന്റ് ആണ് x2. വേറെ വലിയ ചെറുതുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് പ്ലേസിലേക്ക് ചുമ്മാ പ്ലേസ് ചെയ്യാം. y - 5 ഞാൻ എന്താ ശ്രദ്ധിക്കുന്നത്? y - 5ന്റെ അത് y ഞാൻ ഒന്നും ചെയ്യില്ല, x നെ ഞാൻ ഒന്നും ചെയ്യില്ല. പകരം x1 നും y1 നും x2 നും y2 ഈ വാല്യൂ കൊടുക്കും. ശ്രദ്ധിച്ചോണം, തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനകത്ത് x നും y ക്കും നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ അതേപോലെ ഇവിടെ നിർത്തിയേക്കണം. x1 ഉം y1 ഒക്കെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാല്യൂ കിട്ടും. y - y1 -1 equal to y2 minus y1. y2 minus 4 like -4 minus 1. y2 minus y1 divided by x2 minus x1 is 2 minus x1 minus into x minus x. So x name ചെയ്യില്ല. minus x1 ന്റെ സ്ഥാനത്ത് കൊടുക്കാം minus. ഇത് എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞാൽ y minus 1 is equal to -4 minus 1 is -5 divided by 2 minus -1 is 2 plus 1 into x minus -1 is x plus 1. Y minus y1 is equal to -5 divided by 2 plus 1 3 into x plus 1. This is expand here. Again expand here. 3 into close here, 5 into close here. So 3 into y minus 1 is equal to -5 into x plus 1. This is expand here. 5 times.
Expand is massive community amount. Expand is the massive community. Yes, from the translating 5x plus 3y plus 2 is equal to 0 and minus 5x minus 3y minus 2 is equal to 0. On the left hand is 3y minus 3 is equal to minus 5x minus 5. X ने इक्वल को बदल देना है minus 5x equal to plus 5x आओ minus 5 equal to plus 5 आओ already रखना plus 3y and minus 3 is equal to 0. जीरो 5x plus 3y plus 2 is equal to 0. 5x plus 3y plus 2 is equal to 0. Yes. Good. तो നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം കൂട്ടാതെ കുറയ്ക്കാനൊക്കെ അറിയാം എൻ്റെ മക്കളെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം പിന്നെ ഇക്വേഷൻ ആണ് ഇപ്പൊ എന്താണെങ്കിലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരുവാണ് ഒരു 4 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന് ചെയ്യണം ആ 4 ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് തരുവാണെങ്കിൽ ഇതെങ്കിലും ഈ ഒരു ഏരിയ പഠിക്കാൻ വേണ്ടി മിനിമം ഈ 4-5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു ഒന്ന് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തു question ആണ് find the equation ഒരു ഒറ്റ മെയിൻ ഹെഡിങ് find the equation of line അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് passing through -4 3 find the equation of line എന്നുള്ള മെയിൻ ക്വസ്റ്റ്യന്റെ താഴെ ഫസ്റ്റ് സബ്ഡിവിഷൻ ആണ് passing through -4 3 passing through -4 3 passing through -4 3 with slope 1 by with slope 1 by with slope 1 by with slope 1 by second question perpendicular distance from origin is 5 units. Find the equation of line or main question is the second question. Perpendicular distance from origin. Perpendicular distance from origin is 5 units. Perpendicular distance from origin is 5 units. And angle made by the perpendicular. And angle made by the perpendicular with positive x-axis is 30 degree. Perpendicular distance from origin is 5 units. And angle is equal to 30. And angle is 30. Angle made with x-axis angle made with perpendicular with positive x-axis is 30. Third question. Find the equation of line or main heading third question with the slope 2
slope 2, and cutting y-axis slope 2 and cutting y-axis 3 units at a distance of 3 units. Cutting y-axis at a distance of 3 units above origin. Cutting y-axis at a distance of 3 units above origin. Slope 2 and cutting y-axis 3 units above 3 units above 3 units above. It is slope 2 and cutting y-axis 3 units above. ഇത് ഈ ഒരു ഏരിയയിൽ വരുന്ന നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈനിനകത്ത് വരുന്ന കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ നല്ല ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ആദ്യം ചെയ്യാം. ഇതിനകത്ത് പറയുമ്പോൾ മൈക്ക് ചെയ്തോളൂ. ശരി, അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഓരോന്നും അറ്റൻഡ് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്തു. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക. അതിന്റെ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ. സോ എല്ലാവർക്കും ഉള്ള ടൈമിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെറിയ ക്ലൂ തരാം. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് നമ്മൾ പഠിച്ച 5 ഇക്വേഷൻ ഓർക്കുക. പോയിന്റ് സ്ലോപ്പ്, 2 പോയിന്റ്, നോർമൽ, ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്, ഇന്റർസെപ്റ്റ് 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഇറക്കായിരുന്നു നോക്കും. പോയിന്റ് ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്. എങ്ങനെ തന്നെ ആലോചിക്കും. പോയിന്റ് സ്ലോപ്പ് കൊണ്ട് ഏത് ഫോം യൂസ് ചെയ്യാം. ഇതിൽ കൂടെ ഓക്കെ പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം ഈസ് y minus y1 is equal to m into x minus x1. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഏതിനൊക്കെ വാല്യൂ കൊടുക്കാവുള്ളൂ. എക്സും വൈയും ഒഴികെയുള്ളവർക്ക് വാല്യൂ കൊടുത്തോളൂ. എക്സും വൈയും ആസെറ്റ് എക്സ് ആൻഡ് വൈ ആയിട്ട് തന്നെ എടുക്കണം. ബാക്കി x1 y1 m ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ വാല്യൂ കൊടുക്കാം. ഇതിനകത്ത് m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. ആൻസർ എത്തി കഴിഞ്ഞു. സാധാരണ ആലോചിച്ചോ ജോസ് എലൻ ഫാബിയോ x minus 2y plus 10 is equal to 0. എല്ലാവരും പറ്റില്ല. നമ്മളെല്ലാം പഠിക്കുന്നുണ്ടല്ലേ. ഒരുപാട് ഇവിടെ എല്ലാവർക്കും ആൻസർ കിട്ടുന്നു. അപ്പൊ നിങ്ങൾ എല്ലാം പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. സന്തോഷം. ഇതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ ആൻസർ ഇതാണ്. എക്സ് മൈനസ് 2y plus 10 is equal to 0. ആർക്കെങ്കിലും കിട്ടാറുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രശ്നം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റി, അങ്ങനെയുള്ളത് മാത്രം y minus y1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും -2 3 x1 y1 ആദ്യം പേര് കൊടുക്കുക. y1 is equal to 3. y minus 3 is equal to m into 1/2 into x minus x1 ആയ मतलब minus പറഞ്ഞാൽ minus ഇപ്പം എന്താവും പ്ലസ് ആവും. y minus 3 is equal to 1/2 into x plus 4 എടുത്താൽ ഇത് നമുക്ക് എങ്ങനെ സംഭവിക്കുന്നത്? ഈ m ന്റെ ഫ്രാക്ഷൻ ആയിരിക്കും. ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇതിനെ സോൾവ് ചെയ്യാൻ എളുപ്പവഴി വന്നാൽ താഴെ കിടക്കുന്ന നമ്പറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുക, മുകളിലുള്ള നമ്പറിനെ റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചതാണ് താഴെ നമ്പർ 2 ആണ്, അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്താൽ ഡിവൈഡ് ആയിട്ടുള്ള മൾട്ടിപ്ലൈ 2 into y minus. ഈ രീതിക്ക് മാറ്റി എഴുതാൻ എപ്പോഴും ഓർക്കണം. ബാക്കി മുകളിൽ നമ്പർ 1 ഇല്ലേ, 1 into x plus 4. റൈറ്റ് ഓവർ ചെയ്താൽ 2y minus 6 is equal to 1 into x. 1x ആണ്, 1 into 4 4.
ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ അടുത്തേക്ക് എല്ലാവരും കൊണ്ടുപോകും അല്ലെ. അപ്പൊ റൈറ്റ് സൈഡിനകത്ത് ഓൾറെഡി എക്സ് പ്ലസ് 4 കിടപ്പുണ്ട്. ഇനി അവിടേക്ക് ആരെ കൊണ്ടുവന്നു, പ്ലസ് 2y അടുത്ത റൈറ്റ് സൈഡിലേക്ക് വരും, മൈനസ് 2y മൈനസ് 6 അടുത്ത റൈറ്റ് സൈഡിലേക്ക് വരും, പ്ലസ് 6 ഈക്വൽ ടു 0. കാരണം ലെഫ്റ്റ് സൈഡിൽ ഇതൊന്നുമില്ല. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എക്സ് മൈനസ് 2y 6 4 10 ഈക്വൽ ടു 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ട്, ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇത് എഴുതി കിട്ടിയ ആൾക്കാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കും. ഓൾറെഡി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് ട്രിഗ്നോമെട്രി കൂടെ ഓർമ്മയുണ്ടാവണം. ആൻസറുകൾ എത്താൻ തുടങ്ങി. √3x plus y equal to 10 or √3x plus y minus 10 is equal to 0. Very good. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്തിരുന്ന ആ സ്പീഡിൽ എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഏത് വേണം, കുറച്ച് കൺഫ്യൂഷൻ ആണ്. കാരണം തന്നിരിക്കുന്ന സാധനം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ, പിന്നെ എന്താ ഒരു ആംഗിൾ എന്നുള്ളത്, ഇതൊക്കെ എവിടെ അപ്ലൈ ചെയ്യും, ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഓർക്കാൻ നമുക്ക് 5 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞു പോയിന്റും സ്ലോപ്പും ആണെങ്കിൽ ഹെഡിങ് വൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പോയിന്റ് സ്ലോപ്പ്. 2 പോയിന്റുകളാണെങ്കിൽ ഹെഡിങ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം 2 പോയിന്റ്സ്. സ്ലോപ്പും ഇന്റർസെപ്റ്റും ആണെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് പോകും, ഇന്റർസെപ്റ്റ് ആണെങ്കിൽ ഇന്റർസെപ്റ്റ് പോകും. ഇതൊന്നും തന്നിട്ടില്ല. പിന്നെ ആരായിരിക്കും അവസാനം കിടക്കുന്ന കിട്ടിക്കൊണ്ടുള്ള ആരായിരുന്നു, നോർമൽ ഫോം. ആൻസർ എല്ലാവർക്കും വരാൻ തുടങ്ങി. നോർമൽ ഫോം അപ്ലൈ ചെയ്യാം. നോർമൽ ഫോമിലേക്ക് അപ്ലൈ ചെയ്യണം തിരിച്ചറിയാൻ മക്കളെ എളുപ്പവഴിയുണ്ട്. വേറെ അധികം നമ്മൾ മെനക്കെട്ട് ഇതെല്ലാം നോക്കണ്ട. ഇവിടെ ഒരു സാധനം ഉണ്ടോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ എന്നൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് 99% എന്തായിരിക്കും, നമ്മുടെ നോർമൽ ഫോം അപ്ലൈ ചെയ്യണം. കാരണം ഈ നോർമൽ ഫോം നമ്മൾ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ പി എന്നല്ലേ. ഈ പി എന്ന് പറയുന്ന ആ വാല്യൂ ആണിത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ഇവിടെ ഇട്ട് കൊടുക്കാനുള്ള ആളാണ് ഫൈ. പിന്നെ ഈ ഒമേഗ എന്ന് പറഞ്ഞ പാർട്ടുണ്ടോ, ഇതാണ് പെർപെൻഡിക്കുലർ മേക്കിംഗ് ആംഗിൾ. ചുരുക്കത്തിൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് എല്ലാം ഡയറക്റ്റ് തന്നേക്കുവാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഫൈ, പിയുടെ സ്ഥലത്ത് ഫൈ. then perpendicular making angle omega is equal to 30. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം എന്താണ്, p is equal to 5 and omega equal to 30 degree. and ക്വസ്റ്റ്യൻ ചെയ്യാം ഒരു ആൻസർ ചെയ്യാം x cos omega is x cos 30 plus y sin omega y sin 30. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ, p യുടെ സ്ഥലത്ത് 5. x cos 30 cos 30 യുടെ വാല്യൂ പഴയ ട്രിഗ്നോമെട്രിക്ക് എടുത്ത് മർസ് നോക്കുക. cos 30 യുടെ വാല്യൂ എത്ര എടുക്കുന്നുള്ളത് മർസ് നോക്കുമ്പോൾ നമുക്കറിയാം. √3/2 plus y sin 30. sin 30 യുടെ വാല്യൂ 1/2. ഇത് രണ്ടും നമ്മുടെ ഉള്ളതാണ്, എടുത്ത് മർസ്. x into √3/2 plus y into 1/2 is equal to 5. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ √3x/2 plus y/2 is equal to 5. ഇനി എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമില്ല, ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന പരിപാടിയാണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ബാക്കി മുമ്പോട്ട് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് വിഭജിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇതിനെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിന്റെ അകത്ത് ഒരു സംശയം ഉണ്ടെങ്കിൽ കിട്ടണം, അത് ഇനി കിട്ടണം. ഇനി നമുക്ക് ഒരിക്കലും തെറ്റരുത്. ഒരേ ഡിനോമിനേറ്റർ ഏതാണ്, നമ്മൾ ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്ത് ഡിനോമിനേറ്റർ മാത്രം ഒരുമിച്ച് എഴുതി ഈക്വൽ ടു 5. നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിവൈഡ് ആയിട്ട് കിടക്കുന്നതിന് ഈക്വൽ ടു അപ്പുറേറ്റ് കൊണ്ടുപോകണം. ഇവിടെ ഉള്ളത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ അല്ലേ. ഇവിടെ ഡിവിഷൻ അപ്പോൾ എന്താവും, മൾട്ടിപ്ലൈ. നിങ്ങൾ വീടിന്റെ അകത്തിരിക്കുന്ന വീടിന്റെ പുറത്തിരിക്കുന്ന പോലെ, വീടിന്റെ അകത്ത് ഡീസന്റ് ആണെങ്കിൽ വീടിന്റെ വെളിയിലിറങ്ങിയാൽ എന്തായാലും അറിയാം. അപ്പൊ
എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു ഒരു സൈഡിൽ കിടക്കുന്ന ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ ഇവിടെ ഉള്ള ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. സോ √3x + y = 5 × 2. √3x + y = 10 is the answer. ഇപ്പൊ നോർമൽ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് വെച്ചോളാം. ഇത് വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് ഹെഡിങ് നോക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം ഓർത്ത് വെച്ചോണം ഏത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത്, ഏതോ ഐഡന്റിഫൈ ചെയ്ത് ഇവൻ നോർമൽ ഫോം ആണ്, ഇതിന്റെ നോർമൽ ഫോം ചെയ്താൽ നമുക്ക് ഓക്കെ ആണ് കണ്ടുപിടിക്കാൻ കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഓക്കെ. ക്രിസ്റ്റോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലൈക്ക് ടു സ്പീക്ക് ഒന്നാണോ? ഇല്ല, അറിയാവുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാം, അവിടെ ചോദിക്കാം. ഇല്ല. ഇപ്പൊ ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, വെറും ഈസി ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ആൻസർ yes, correct. 2x - y + 3 = 0. Easy question. പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് തന്നിട്ടുള്ള നമ്മുടെ ഹെഡിങ് വെച്ചാൽ തപ്പുന്നെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഉണ്ട്, സ്ലോപ്പ് ഗോയിങ് സ്ലോപ്പ് ഉണ്ട്, രണ്ടും സ്ലോപ്പ് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇതിൽ ഏതിനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ആലോചിക്കാം. ഈ കട്ടിങ് വൈ ആക്സിസ്, ഒരു ആക്സിസിൽ ഇത്ര യൂണിറ്റ് മാറി കട്ട് ചെയ്തു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആരൊരു ഓർമ്മയുണ്ട് ആ പേര്? ഒരു ആക്സിസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു ആക്സിസിൽ കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് ഓർമ്മയുണ്ടാവുന്നത് ഇന്റർസെപ്റ്റ് ആണോ സാറേ? അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഹെഡിങ് ആയിട്ട് നമ്മൾ കുറെ ചോദിച്ചില്ലേ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതിലെ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് ആണ്? ഒറിജിനിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ലൈൻ കട്ട് ചെയ്യുന്നത്, ആ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെപ്റ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് കട്ട് ചെയ്തത്? വൈ ആക്സിസിലാണ് കട്ട് ചെയ്തത് 3 യൂണിറ്റ്സ് എബോവ് ഒറിജിൻ. 3 യൂണിറ്റ് ഒറിജിന്റെ മുകളിലേക്ക് മാറി വൈ ആക്സിസ് കട്ട് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് വൈ ഇന്റർസെപ്റ്റ്. എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് ദാറ്റ്സ് കോൾഡ് എക്സ് ഇന്റർസെപ്റ്റ്. ഈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടാണ് ആക്സിസിൽ കട്ട് ചെയ്യുന്നത്. അത് ഏത് ആക്സിസ് വേണേലും. അപ്പോൾ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് ഇതിന്റെ വൈ ഇന്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സ്ലോപ്പ് ഉണ്ട്, വൈ ഇന്റർസെപ്റ്റ് ഉണ്ട്. സ്ലോപ്പ് ആൻഡ് ഇന്റർസെപ്റ്റ് ഏത് ഫോം ആയിരിക്കും? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം y = mx + c, y = നമ്മുടെ എക്സിനെ വൈ തൊട്ടേക്കരുത്, കൂടെ ഉള്ളതൊക്കെ വാല്യൂ കൊടുക്കാവുള്ളൂ. സ്ലോപ്പ് 2x + c, c എന്തായിരുന്നു? y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റ് is 3. 2x - y + 3 = 0. ഹലോ സാർ, ഏബിൾ ആയിരുന്നു സാർ. ഞാൻ പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. ഉറപ്പായിട്ടും കിട്ടും, നല്ല കാര്യം. ടേബിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്ത് ടേബിൾ കിട്ടിയത്. അതെങ്ങനെ പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഒറിജിന്റെ മോഡിലേക്ക് 3 യൂണിറ്റ് മാറിയ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ടേബിൾ ആലോചിച്ച് ഈ കോർഡിനേറ്റ് 0 ശരിയല്ലേ? കാരണം ഒറിജിന്റെ മുകളിലേക്ക് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 0, 1 ആ കോർഡിനേറ്റ്. 2 യൂണിറ്റ് 0, 2 ആണ്. 3 യൂണിറ്റ് ആകുമ്പോൾ 0, 3 ആണ് കോർഡിനേറ്റ്. നമുക്ക് എങ്ങനെ ആലോചിച്ചു? പോയിന്റ് കൊണ്ട് സ്ലോപ്പ് നമുക്ക് ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. പോയിന്റ് ആയിട്ട് ആരെ എടുത്തു? 0, 3 എടുത്തു. x1 y1 ആയിട്ട് 0, 3 എടുത്തു. സ്ലോപ്പ് ആയിട്ട് ആരെ എടുത്തു? 2 എടുത്തു. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം.
പറഞ്ഞല്ലോ ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം ഇതുപോലെ പല വഴികളുണ്ട്. നിങ്ങൾ ആലോചിക്കുക നമുക്ക് ഈ മെത്തേഡ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ചെയ്തോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുമോ? അപ്പൊ നമ്മളത് ആലോചിച്ച് കണ്ടുപിടിക്കുക. നല്ല കാര്യം, വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യം ഫൈനൽ ആൻസർ ആണ് 2x - y + 3 0. നിങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഇത്ര കാര്യം എല്ലാവർക്കും ഓക്കെ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഞാൻ തരാനുള്ള ക്വസ്റ്റ്യൻ ഇതിവിടെ ചെറിയ ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉപേക്ഷിച്ചു. ഇനി കുറച്ച് നല്ല ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശരിക്കും ആലോചിച്ച് മാത്രം ചെയ്താൽ മതി. ഒരു തിരക്കുമില്ല, ചെയ്യുന്ന വൃത്തിയായിട്ട്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ തരാം. എല്ലാവർക്കും ഓക്കെയാണ്? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ സാറേ, ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മനസ്സിലായി പറഞ്ഞു. വേറെ നല്ല പിള്ളേരുണ്ട്. ശരി, രണ്ടുപേരോട് വന്നിട്ടുണ്ട്. നീരജയും വൈഷ്ണവിയൊക്കെ അയച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് ചെയ്യാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ passing through -3 5. Passing through -3 5. Passing through -3 5 and perpendicular to the line. And perpendicular to the line. Perpendicular to the line. Passing through. Perpendicular to the line passing through 2 5 and -3 6. 2 5 and -3 6. The question is writing the equation of line passing through -3 5 and perpendicular to the line passing through 2 5 and -3 6. Passing through 2 5 and -3 6. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കുക. ഇതൊരു കൺസെപ്റ്റ് വൈസ് ഒന്ന് എന്താ നമുക്കൊരു ആ ചാപ്റ്ററിന്റെ അകത്ത് വെറുതെ കുറച്ച് കുഞ്ഞ് ഇക്വേഷൻസോ അങ്ങനെയൊന്നും അല്ലാതെ ഇത് നിങ്ങളായിട്ട് നിദാനം ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും ഇത് പാസ് ചെയ്ത് പോകാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വരച്ചു നോക്കാം. കോർഡിനേറ്റുകൾ കയ്യിലുണ്ട്, വരച്ചു നോക്കാം. എന്നിട്ട് ആരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം, ഈ രീതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു ഇക്വേഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയൊന്നും കാണാനില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന 5 ഇക്വേഷൻസ് ഉണ്ടല്ലോ, 2 പോയിന്റ്സ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ അപ്ലൈ ചെയ്യണം. ആരെ അപ്ലൈ ചെയ്യണം അത് നിങ്ങളുടെ ജോലി. എങ്ങനെ അപ്ലൈ ചെയ്യണം അത് നിങ്ങളുടെ ജോലി. ആൻസർ കിട്ടിയോക്കിടാം. ആൻസർ കിട്ടുന്നത് ടൈപ്പ് ചെയ്യും. Yes, കൊള്ളാം. 5x - y + 20 = 0. രണ്ടുപേർക്ക് ആൻസർ കിട്ടി. ഗുഡ്. ജോസ് ആൻഡ് ഇമാനുവൽ. വെച്ചിട്ടുണ്ട്.
ജെക്ക് ആൻസർ കിട്ടി.